നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി സൗദിയിൽ നിന്നും 2 എയർ സർവീസുകൾക്ക് കൂടി ഇന്ത്യയുടെ അനുമതി. ഗോ എയർ, ഇൻഡിഗോ വിമാനങ്ങൾക്കാണ് സർവീസുകൾ നടത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ കേരളത്തിലേക്ക് സർവീസുകൾ ഒന്നും തന്നെയില്ല. ജൂൺ 19-ാം തീയതി ദമാമിൽ നിന്നും ലക്നൌവിലേക്കാണ് ഗോ എയർ സർവീസ്. ദമാമിൽ നിന്നും 4-ഉം റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിൽ നിന്നും 3-ഉം സർവീസുകളാണ് ഇൻഡിഗോ നടത്തുക എന്നതാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ജൂൺ 21-ാം തീയതി ദമാമിൽ നിന്നും ട്രിച്ചി, ഹൈദരാബാദ് വഴി ഗയ, അഹമ്മദാബാദ്, മംഗളൂരു എന്നിവിടങ്ങളിലേക്കാണ് ഇൻഡിഗോയുടെ ആദ്യ സർവീസുകൾ. ജൂൺ 22-ാം തീയതി റിയാദിൽ നിന്നും ഭുവനേശ്വർ, ഡൽഹി വഴി ഗയ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കും ജിദ്ദയിൽ നിന്നും പൂനെ, ലക്നൌ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്കും ഇൻഡിഗോ സർവീസ് നടത്തും. ജൂൺ 16-ാം തീയതി ദമാമിൽ നിന്നും ഡൽഹി വഴി ഭുവനേശ്വറിലേക്ക് എയർ ഇന്ത്യയുടെ പുതിയൊരു സർവീസ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം നേരത്തെ കേരളത്തിലേക്ക് പ്രഖ്യാപിച്ചിരുന്ന 2 എയർ ഇന്ത്യ വിമാന സർവീസുകളുടെ തീയതികൾ മാറ്റിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ജൂൺ 14-ാം തീയതി റിയാദിൽ നിന്നും കൊച്ചിയിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം ജൂൺ 17-ലേക്കും ജൂൺ 15-ാം തീയതി ദമാമിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകേണ്ടിയിരുന്ന വിമാനം ജൂൺ 18-ാം തീയതിയിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. വന്ദേ ഭാരത് മിഷന് വലിയ വിമർശനമാണ് ഉണ്ടായിരുന്നത്. പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കാൻ കൊട്ടിഘോഷിച്ച് ഇറക്കിയ ഈ കേന്ദ്ര പദ്ധതി എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് നിലവിൽ. നിരവധി പ്രവാസികളാണ് നാട്ടിലേക്കുള്ള യാത്രയ്ക്കായി ഇപ്പോഴും കാത്തിരിക്കുന്നത്. പലരും പാതി വഴിയിൽ ജീവിതത്തിൽ നിന്ന് തന്നെ മടങ്ങുകയും ചെയ്തു. എന്നിട്ടും മിഷൻ ഇപ്പോഴും മന്ദഗതിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്തിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് സർക്കാരിന് നേരെ ഉയരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.